നമസ്കാരം പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പ്രൈം 7 ഫ്യൂഷൻ ദാബയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലെ മണിക്കടവ് എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു കുടിയേറ്റ ഗ്രാമത്തിലെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലാണുള്ളത്. നല്ലൊരു മഴയുള്ളൊരു ദിവസമാണ്. അല്പം മഴ തോർന്ന സമയമാണിപ്പോൾ. ഞങ്ങളിന്ന് ഒരു നാടൻ വിഭവമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോത്തിൻ്റെ കരൾ, കുരുമുളകും പച്ച വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒന്ന് ഉലർത്തിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വീടുകളിൽ. അല്ല, ഇത് നേരിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഡൈനിങ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ കാക്കനാടുള്ള ഞങ്ങളുടെ കൊച്ചു ദാബയിലേക്ക് വന്നോളൂ. മതിവരുവോളം കഴിക്കാം, ആസ്വദിക്കാം. ഒപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമല്ലോ അല്ലേ. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. കഴുകി വെച്ച കരള നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങളാക്കിയ കരള് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനു വേണ്ടി 3 സവോള അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇത് 3 കൂടെ ഒന്ന് ചതച്ചെടുക്കാം. കരളോലത്തിന് ആവശ്യമായ സാധനങ്ങൾ: സവോള അരിഞ്ഞത്, മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കല്ലുപ്പ്, ചെറിയുള്ളി, തേങ്ങ ചെറുതായിട്ട് കൊത്തിയത്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗ്രാമ്പും കറുവാപ്പട്ടയും, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് വിനാഗിരി. നമ്മൾ ചട്ടിയിലേക്ക് കരൾ എടുത്തിട്ടു. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരുമ്മി എടുക്കാം. ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. കരള ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വിനാഗിരി ഉപ്പ് ഇട്ട് ഇങ്ങനെ വെക്കുക. ഇപ്പം ഇത് തിരുമ്പി വെച്ചിട്ട് 10 മിനിറ്റായി. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതിന് നന്നായി കുഴച്ച നമുക്ക് വേവിച്ചെടുക്കാം.
കരളൊലത്തിയത് വിറകടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് തിരിഞ്ഞ് വെച്ച കരള് വിറകടുപ്പ് വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കരൾ അവിടെ ഇരുന്ന് വേവുന്ന സമയത്തിന് നമുക്ക് ഇവിടെ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവോള ചെറുതായി നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചെറിയുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുക. രണ്ടും കൂടെ നല്ല ശരിക്കും മിക്സ് ആവുന്ന രീതിയിലേക്ക് ഇനിയിപ്പം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ച പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല മിക്സായി കുറച്ച് നേരം വഴറ്റുക. ബ്രൗൺ കളറായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. മുളക് പൊടി, ബാക്കിയുണ്ടായിരുന്ന മുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടണം, നല്ല ടേസ്റ്റ് നല്ലതായിട്ട്. കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് അതിൻ്റെ കഴിക്കുന്നതിൻ്റെ മുന്നിലായിട്ട് നിൽക്കും. ഗ്രാമ്പു ഇട്ടു, കറുവാപ്പട്ട ഇട്ടു, കുറച്ചും കൂടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കരൾ തിളച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ച കുറച്ച് തേങ്ങാക്കൊത്ത് തന്നിട്ട് കൊടുക്കാം. വേവായി കരളിന്. വെള്ളമെല്ലാം പറ്റി നമ്മുടെ കരൾ അങ്ങനെ വെന്ത് നമുക്ക് നമ്മളാക്കി വെച്ച മസാലക്കൂട്ടുകളെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തമ്മിൽ ഇളക്കി മിക്സ് ആക്കാം. മസാല ഈ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മിനിറ്റ് നേരം ഇതൊന്ന് വെക്കാം.
നമ്മൾ ഇതിൻ്റെ വെള്ളം പറ്റാറായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതേപോലെ നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ അധികം കുരുമുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാതിരുന്നത്. നമ്മുടെ ലിവർ റോസ്റ്റിനൊപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നെയ്ച്ചോറാണ്. നമുക്ക് അതിൻ്റെ ഒപ്പം കുറച്ച് ലിവർ റോസ്റ്റും കൂടി എടുത്ത് വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.